അന്നത്തെ ദിവസം വൈകിട്ട് ആദ്യം ഓഫീസിൽ പോയിട്ട് വന്ന് കുളിക്കാൻ കയറിയതാണ്. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ കുളിച്ചിട്ടിറങ്ങിയതും കാണുന്നത് ശിവയാണ്. ഒരു റെഡ് ആൻഡ് ബ്ലൂ കളർ ധാവണിയാണ് അവളുടെ വേഷം. ധാവണിയുടെ ഷോൾ നെറ്റിന്റെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വയറും മറ്റും നല്ലതുപോലെ ആ ധാവണിയിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. ഇരു കൈകളിലും ചുവന്ന കുപ്പിവളകൾ കിടപ്പുണ്ട്. കഴുത്തിൽ അവന്റെ താലിയും കാതിലൊരു കുഞ്ഞ് ജിമിക്കിയുമാണ് ഇട്ടിരിക്കുന്നത്. തലമുടി മുൻപിൽ പഫ് എടുത്തിട്ട് ബാക്കി പിന്നെ പുറകിലേക്ക് ഇട്ടിട്ടുണ്ട്. അവൻ കുളിച്ചിട്ട് ഒരു മുണ്ടും ഉടുത്തുകൊണ്ട് തല തുവർത്തി ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. നീ എവിടെ പോകുക ശിവ? അവൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അമ്മ പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോകാൻ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു. എന്നിട്ട് അമ്മ അത് എന്നോട് പറഞ്ഞില്ലല്ലോ? അവൻ സംശയത്തോടെ ചോദിച്ചു. ആദ്യേട്ടൻ ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഏട്ടൻ ഇറങ്ങുമ്പോഴേക്കും ഞാൻ ഒരുങ്ങി നിൽക്കാമെന്ന് കരുതി. ഏട്ടൻ ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വാ, ഞാൻ താഴെ കാണും, പെട്ടെന്ന് വരണേ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവൾ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. ശിവ, നല്ല ഭംഗിയുണ്ട് നിന്നെ ഇങ്ങനെ കാണാൻ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. കണ്ണുകൾ നീട്ടി എഴുതിയിട്ടുണ്ട്. നെറ്റിയിലൊരു കുഞ്ഞു കല്ലിന്റെ പൊട്ട് തൊട്ടിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ചമയങ്ങളും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവൻ അവളുടെ നെറ്റിയിലേക്ക് നോക്കി. തന്റെ നെറ്റിയിലേക്ക് നോക്കി അവൻ നെറ്റി ചുളിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അവൾ സിന്ദൂരമിടാൻ മറന്നുപോയിരുന്നു. അത് മനസ്സിലായതും അവൾ അവനെ നോക്കി നാവ് കടിച്ചു. സോറി. അവൻ നോക്കുന്നത് കണ്ടതും അവൾ ദയനീയമായി പറഞ്ഞു. അവൻ അവളെയും കൊണ്ട് കണ്ണാടിയുടെ അടുത്തേക്ക് നടന്നു. അവിടെ അലമാരയുടെ തട്ടിലായി വെച്ചിരുന്ന സിന്ദൂരച്ചെപ്പെടുത്തു. പിന്നെ അതിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചിട്ട് വീണ്ടും അവിടെ നിന്നും പോകാൻ തുടങ്ങി. അത് കണ്ടതും അവൻ ഒന്നുകൂടി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ആദ്യേട്ടാ വീട്, അമ്പലത്തിൽ പോവണ്ടേ? അവൾ അവന്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. പോകാൻ ശിവ, നിക്ക്, നീ ധൃതി കൂട്ടല്ലേ? അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈചുറ്റി അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യേട്ടാ. അവൾ ചിണുങ്ങി. അവൻ അവളുടെ മുഖത്തിന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. അവൻ അവളുടെ നേരെ മുഖം അടുപ്പിക്കുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് വളഞ്ഞുകൊണ്ടിരുന്നു. ആദ്യേട്ടാ വേണ്ട. അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ പുറകിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ശിവ. അവൻ അവളെ നോക്കി വിളിച്ചുകൊണ്ട് അവളുടെ ധാവണിയുടെ ഇടയിൽ കൂടി നഗ്നമായ വയറ്റിൽ അവന്റെ മറുകൈ അമർത്തി. ആദ്യേട്ടാ. അവൾ അവളുടെ വയറ്റിൽ വെച്ചിരുന്ന അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. ആദ്യം പുറകിലേക്ക് വളഞ്ഞു നിന്ന അവളെ ഒന്നുകൂടി വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ വേറെ നിവർത്തിയില്ലാതെ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ പിടച്ചു, ചുണ്ടുകൾ വിറകൊണ്ടു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി. അവന്റെ മുഖം അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങിയതും അവൾ സർവ്വശക്തിയും എടുത്തുകൊണ്ട് അവനെ തള്ളി മാറ്റിയിട്ട് ഓടി. അങ്ങനെ ഒരു നീക്കം അവളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് വേച്ചുപോയി. ആ സമയം കൊണ്ട് അവൾ ഓടി വാതിലിന്റെ അരികിലെത്തി. പിന്നെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് അവനെ നോക്കി. നിന്നെ ഇന്നെൻ്റെ കൈ കിട്ടും, കാണിച്ചു തരാൻ ഞാൻ. അവൻ അവളെ മുഴുവനായി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. പിന്നെ കതക് തുറന്നുകൊണ്ട് അവൾ താഴേക്ക് പോയതും അവനൊരു ചിരിയോടെ അലമാരി തുറന്ന് മറ്റൊരു മുണ്ടും ഷർട്ടും എടുത്തിട്ടുകൊണ്ട് ഇറങ്ങി. താഴേക്ക് വരുന്ന അവനെ നോക്കിക്കൊണ്ട് അവൾ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ അമ്മയും അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. മോൾക്ക് ഈ ഡ്രസ്സ് നല്ലതുപോലെ ചേരുന്നുണ്ട്. അവളെ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. രണ്ടുപേരും അമ്പലത്തിൽ പോയി നല്ലതുപോലെ തൊഴണം കേട്ടോ. എല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞ് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റണേന്ന് മോള് പ്രാർത്ഥിക്കണം. അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. അപ്പോഴേക്കും ആദ്യം ഒരുങ്ങി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അവൾ ഉടുത്തിരുന്ന സാരിയുടെ റെഡ് കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമായിരുന്നു അവന്റെ വേഷം. അവർ രണ്ടുപേരും അമ്മയോട് യാത്ര പറഞ്ഞിട്ടിറങ്ങി. അമ്പലത്തിൽ കയറി തൊഴുതിട്ടിറങ്ങിയതാണ് അവളും ആദ്യം. അമ്പലത്തിൽ നിന്നും ഇറങ്ങിയതും ശിവ തന്റെ കയ്യിലിരുന്ന ചന്ദനം എടുത്ത് അവന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. ശിവ. ഡ്രൈവിങ്ങിനിടയിൽ അവൻ അവളെ നോക്കിക്കൊണ്ട് വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തലചരിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി. നീ കുറച്ചു മുമ്പ് എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. ഒരു കിസ് തരാൻ പോലും നീ സമ്മതിച്ചില്ല. അവൻ പരിഭവം എന്ന പോലെ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു. ചിരിക്ക്. ഇന്ന് രാത്രി നീ എങ്ങോട്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് കാണണം. ഇന്ന് എൻ്റെ ദിവസമാ ശിവ. നേരത്തെ എന്നെ പറ്റിച്ചോടിയതിന് നിനക്കിന്ന് ശിക്ഷയുണ്ട്. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവ, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് നിന്നെ ഞാൻ ബാത്ത് ടവലെടുത്ത് കണ്ടത്? അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഹോ, എന്തായിരുന്നു പെണ്ണേ അന്ന്? ഹോ, എനിക്ക് അന്ന് നിന്നോട് ഈ ഇഷ്ടമില്ലായിരുന്നത് നിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ ചിലപ്പോൾ. അവൻ അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി. അയ്യേ, ഈ ആദ്യേട്ടൻ ഒന്നടങ്ങിയിരുന്നേ. അവൾ അവൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇവരുടെ മനസ്സിൽ സന്തോഷം മാത്രമായിരുന്നു. ലച്ചുവേച്ചി. ലച്ചുവിൻ്റെ മടിയിൽ തലവച്ച് കിടക്കുകയാണ് പാറു. എന്തോ? അവൾ പാറുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു.
ചേച്ചി, ഇവിടെ നമുക്ക് അമ്മമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവോ? അവൾ സംശയത്തോട് ചോദിച്ചു. ആരാ പാറുവിനോട് ഇത് പറഞ്ഞത്? ശിവ തിരികെ ചോദിച്ചു. കാശിയേട്ടൻ പറഞ്ഞു, ചേച്ചിയുടെ അച്ഛനും അമ്മയും ഇത് അറിയുമ്പോൾ ചിലപ്പോൾ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇവിടെ നോക്കാൻ ആരും ഇല്ലല്ലോ. എനിക്ക് നോക്കാൻ അറിയാമെങ്കിൽ ചേച്ചിയെ ഞാൻ വിടില്ലായിരുന്നു. പാറു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ലച്ചു പുഞ്ചിരിച്ചു. അതിന് ഞാൻ ഇപ്പോഴേ പോകുന്നില്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഒരു 5 മാസമൊക്കെ ആയിട്ടേ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ നാളെ അമ്മ ഇങ്ങോട്ട് വരും. ഇനി അമ്മയും കാണും നമ്മുടെ കൂടെ ഇവിടെ. ലച്ചു ചിരിയോടെ പറഞ്ഞു. ആണോ, അമ്മ വരുവോ? അവൾ സംശയത്തോട് ചോദിച്ചു. എന്താ വരണ്ടേ? വരണം. അവൾ കണ്ണുകൾ വിടർത്തി. പക്ഷേ പാറു അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ പാറുമോളെ? അവളുടെ മുഖം മാറിയതും ലച്ചു ചോദിച്ചു. അത് ചേച്ചിയെ കാണുന്നത് പോലെ തന്നെ അമ്മ എന്നെയും കാണുമോ? പാറു വിഷമത്തോടെ ചോദിച്ചു. അത് നിനക്ക് എൻ്റെ അച്ഛനെ അമ്മയെ അറിയാൻ വയ്യാത്തത് കൊണ്ടാ. എന്നെ കാണാൻ ഇവിടേക്ക് വരുമ്പോഴും എന്നെ വിളിക്കുമ്പോഴും ഒക്കെ നീ അമ്മയോട് സംസാരിച്ചിട്ടില്ലേ? അപ്പം നിനക്കെന്താ അമ്മയെ പറ്റി തോന്നിയത്? ലച്ചു അവളോട് ചോദിച്ചു. അമ്മ പാവമാണെന്ന് പാറു അതിന് മറുപടി പറഞ്ഞു. അപ്പോൾ പിന്നെന്താ, അതുപോലെ തന്നെ എൻ്റെ അമ്മ. എന്നെ എങ്ങനെയാണോ എൻ്റെ അമ്മ നോക്കുന്നത് അതുപോലെ നിന്നെയും നോക്കും. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. ലച്ചു ചിരിയോട് അവളോട് പറഞ്ഞതും അവളും ചിരിച്ചു. വൈകിട്ട് ആദ്യം ഓഫീസിൽ നിന്നും തിരികെ വന്നപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് അനന്തം വിളിച്ചത്. അവൻ എന്താ ഈ രാത്രിയിൽ വിളിക്കുന്നതെന്ന് കരുതി അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. എന്താണെന്താ, എന്താ ഈ രാത്രിയിൽ? അവൻ കാർ ലോക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. ഒന്നുമില്ലടാ, നീ എവിടെയാ? അനന്തൻ അവനോട് തിരികെ ചോദിച്ചു. ഞാൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അങ്ങോട്ട് വരണോ? ആദ്യം സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ്, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. അപ്പം തന്നെ നിന്നെ വിളിച്ച് പറയണമെന്ന് കരുതിയതാ, പക്ഷേ മറന്നുപോയി. പിന്നെ തിരക്കൊക്കെ ആയിപ്പോയി, അതാ ലേറ്റായത്. ശിവ എവിടെ? അവൾ അകത്തുണ്ട്. ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. എന്താടാ, എന്താ സന്തോഷ വാർത്ത? അവൻ സംശയത്തോടെ ചോദിച്ചു. എടാ, ലച്ചു പ്രഗ്നൻ്റാ. ഇന്ന് രാവിലെ അറിഞ്ഞത്. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കൺഫേം ചെയ്തു. അവൻ ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് ആദിക്ക് സന്തോഷമായി. യോ, കൺഗ്രാറ്റ്സ് ഡാ. ചിലവുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നീ തന്നെ ട്രോഫി വാങ്ങാൻ പോവുക അല്ലേ? ആദി ചിരിയോടെ ചോദിച്ചു. അതെ അതെ, എന്ത് ചെയ്യാനാടാ. ഒരുത്തൻ കിട്ടിയ പെണ്ണ് കുഞ്ഞാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവളെ കുഞ്ഞിനെ പോലെ കൊണ്ടു കിടക്കുക. അപ്പോൾ പിന്നെ ഞാനെങ്കിലും നോക്കണ്ടേ? ഇവളിനി വളർന്നിട്ട് എന്നാണോ എന്തോ. കാശിയുടെ നെഞ്ചിൽ തലവച്ച് ഫോണിൽ ഗെയിം കളിക്കുന്ന പാറുവിനെ നോക്കിക്കൊണ്ട് അനന്തൻ ആദിയോട് പറഞ്ഞതും കാശി സെറ്റിയിൽ കിടന്ന തലേണയെടുത്ത് അവനെ എറിഞ്ഞു. കാശിയേട്ടാ, കുലുങ്ങാതിരിക്ക്. അവൻ്റെ ശരീരം അനങ്ങിയതും അവൾ ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ പറഞ്ഞു. കാശി അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. കാശിയേട്ടാ, അവൾ ചിണുങ്ങിയതും അവൻ അവളുടെ കവളിൽ അമർത്തിക്കടിച്ചു. ആ, ഈ കാശിയേട്ടൻ വെറുതെ വഴക്കിന് വരുവാ. പോ, ഞാൻ ദേ തോറ്റു. അതും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തു നിന്നും പിണങ്ങി മാറിപ്പോയിരുന്നു. അത് കണ്ട് അനന്തൻ ചിരിച്ചതും ആദ്യം എന്താണെന്ന് ചോദിച്ചു. അവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം അവൻ പറഞ്ഞു കൊടുത്തതും ആദ്യം ചിരിച്ചു. അവൻ അവളെ കൊഞ്ചിച്ച് വഷളാക്കുക. നാളെ ഒരു കുഞ്ഞുണ്ടാകുമ്പോഴാണ് അവൻ പാടുപെടാൻ പോകുന്നത്. ഇവനെങ്ങാനും അവളേക്കാൾ കൂടുതൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചാ അപ്പോൾ കാണാം. ആദ്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും ഇവിടെ പറയും, കുറച്ച് കൊഞ്ചിക്കാൻ. ആരോട് പറയാനാ? നീ ഇങ്ങോട്ടൊന്ന് വരണം, ഇവിടെ രണ്ടും കൂടി കാണിച്ചു കൂട്ടുന്നത് കാണാൻ. ലച്ചു തന്നെ എന്നോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇവർ ഭാര്യയും ഭർത്താവും തന്നെയാണോ എന്ന്. അവൻ പറഞ്ഞതും ആദിയും ചിരിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, ട്രീറ്റ് എന്താ? ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിനെന്താ, നീ നാളെ ശിവയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോരെ. നാളെ ഞായറാഴ്ചയല്ലേ, നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വാ കേട്ടോ. അനന്തൻ അവനോട് പറഞ്ഞതും ആദി സമ്മതിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ആദിയുടെ കാറിന്റെ സൗണ്ട് കേട്ടതും ശിവ മുറിയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു. ശിവ, ലച്ചു പ്രഗ്നന്റാ. ശിവയെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവളാണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് തിരികെ നോക്കി. ഇപ്പം അനന്തം വിളിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. നാളെ നമ്മളോട് രണ്ടുപേരോടും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. നാളെ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ ആനന്ദം പറയുന്നേ. അവൻ ഭയങ്കര ഹാപ്പിയാ. ആദ്യം അവളോട് പറഞ്ഞു. അത് ആദ്യത്തെ കുഞ്ഞല്ലേ ഏട്ടാ. ശിവയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ സംസാരം കേട്ടാണ് അവൻ്റെ അമ്മ അങ്ങോട്ട് വന്നത്. എങ്കിൽ ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വരട്ടെ, നാളെ ആ മോളെ കാണാൻ. കല്യാണത്തിന് വന്നെങ്കിലും അധികം ഒന്നും കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അവൻ്റെ അമ്മ അവനെ നോക്കി പറഞ്ഞു. അതിനെന്താ, അല്ലെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ, നാളെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് പോകാം. അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആദ്യം മുറിയിലേക്ക് കയറിപ്പോയതും ശിവയും അവനോടൊപ്പം മുറിയിലേക്ക് ചെന്നു. ആദ്യേട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ ചെറിയ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. എന്താ ശിവ, എന്താ കാര്യം? അവൻ തിരികെ ചോദിച്ചു. അത് പിന്നെ ആദ്യേട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായി. അവൾ പറഞ്ഞുകൊണ്ട് രാവിലെ അവളും അമ്മയുമായിട്ട് സംസാരിച്ചതും അവർ അയാളെ കാണണമെന്ന് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു. അത് കേട്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ശിവ, ഞാൻ അയാളെ അത്രയ്ക്കും വെറുത്തുപോയി. അങ്ങനെ ഒരു കൊലപാതകനെ എൻ്റെ അച്ഛനായിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭർത്താവും വേണ്ട. ഇപ്പോൾ കാണണമെന്നൊക്കെ തോന്നും, കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. അവൻ ദേഷ്യത്തോടെ അവളോട് മറുപടി പറഞ്ഞു.
എത്രയാണെന്ന് പറഞ്ഞാലും അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, അമ്മയ്ക്ക് എങ്ങനെ പെട്ടെന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നേ? അവൻ കുറച്ച് ദേഷ്യത്തോടെ ശിവയോട് പറഞ്ഞു. അതല്ല ഏട്ടാ, ഞാൻ എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് ഒരു തവണ ഒന്ന് കണ്ടാൽ മതിയെന്ന് അമ്മ പറയുന്നേ. ഒരു ദിവസം അമ്മയെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാണിച്ചൂടെ? അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ശിവ, എൻ്റെ സ്ഥാനത്ത് നീ എന്താ ചിന്തിക്കാത്തത്? എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അമ്മാവൻ, ഒരു കൊലപാതകനും ഇത്രയേറെ ദുഷ്ടനുമായിരുന്ന നീ അയാളെ പിന്നെ സ്നേഹിക്കുവോ അതോ വെറുക്കുവോ? അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. ഏട്ടാ, നമ്മൾ മക്കൾക്ക് അച്ഛനും അമ്മയും വെറുക്കാനും തള്ളിക്കളയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അവർക്ക് തങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തം ഭർത്താവിനെയോ അങ്ങനെ പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല ഏട്ടാ. അത് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. നാളെ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. ഏട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ പോലും ആദ്യേട്ടൻ അങ്ങനെയൊക്കെ എന്നോട് കാണിച്ചിട്ടും ഞാൻ ഏട്ടനെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ ഒന്നിച്ച് കല്യാണം കഴിച്ച് ജീവിച്ച അമ്മയുടെ അവസ്ഥ പറയണോ? എത്രയൊക്കെ ദുഷ്ടനായിരുന്നു എന്ന് പറഞ്ഞാലും അമ്മയുടെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ. അങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ചെറിയാൻ പ്രയാസം ആദ്യേട്ടാ. ശിവ അവനെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. വെറുതെ താലികെട്ടിയെന്ന് പറഞ്ഞ ഭർത്താവാകില്ല ശിവ. എൻ്റെ അമ്മയെ സ്നേഹിക്കാത്ത, ഭാര്യ എന്ന പരിഗണന പോലും കൊടുക്കാത്ത അയാൾ എങ്ങനെ എൻ്റെ അമ്മയ്ക്ക് സ്നേഹിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. നീ എൻ്റെ മൂഡ് കളയാതൊന്ന് അടങ്ങിയിരുന്നേ. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ പിന്നെ സംസാരിക്കാം. ഞാൻ നിൻ്റെ ഒപ്പം കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ മൂഡ് നീ ചേഞ്ച് ചെയ്യരുത്. അവനൊരു ചെറിയ താക്കീതോടുകൂടി അവളോട് പറഞ്ഞതും അവളതിന് പേടിച്ച് അവനെ നോക്കി തലയാട്ടി. അവൻ്റെ ദേഷ്യം കണ്ടവൾക്ക് പേടിയായി എന്ന് അവന് മനസ്സിലായതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ മുഖം കയ്യിലെടുത്തു. അവൾ പാതി നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശിവ, ഇന്ന് നമ്മൾ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ പോകുക. അവിടെ മറ്റൊരു ചിന്തകളും നമുക്കിടെ വരാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ മൂഡിനെ സ്പോയിൽ ചെയ്യുന്ന ഒന്നും ഇനി എന്നോട് നീ സംസാരിക്കരുത്. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പോയി ഫുഡ് എടുത്തു വെക്ക്, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയിട്ട് താഴേക്ക് നടന്നു. കാശിയേട്ടാ, ഒന്ന് അടങ്ങിയിരിക്കുക. ഗെയിം കളിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ മുഖത്തുകൂടി വിരൽ ചലിപ്പിക്കുന്ന അവൻ്റെ കൈകളെ തട്ടിമാറ്റിക്കൊണ്ട് അവൾ പറഞ്ഞു. പാറു, മതി കളിച്ചത്. അവൻ അവളെ നോക്കി പറഞ്ഞു. പ്ലീസ് കാശിയേട്ടാ, ഒരു 2 കളിയും കൂടി. അവൾ ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ തന്നെ അവനോട് പറഞ്ഞു. പാറു, മതി കളിച്ചത്. അവൻ വീണ്ടും പറഞ്ഞു. കാശിയേട്ടാ, ഒന്ന് അടങ്ങിയിരിക്കും, മാറ്റാം. അവൾ വീണ്ടും പറഞ്ഞു. പാറു, നിന്റെ അടുത്തല്ലേ ഈ കുന്തോന്ന് മാറ്റി വെക്കാൻ പറഞ്ഞത്? 24 മണിക്കൂർ ഒരു ഗെയിം. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു, ചുണ്ടുകൾ വിതുമ്പി. പിന്നെ അവനെ നോക്കാതെ പുതപ്പെടുത്തിട്ട് പുതച്ച് തിരിഞ്ഞു കിടന്നു.